തിയേറ്ററിനകത്ത് ഇപ്പോൾ ഈ ഫസ്റ്റ് ഷോ കാണുമ്പോൾ ഫുൾ ഫാൻസാണ്. അപ്പം ഓരോ സീനും കൈയടിയും ഡയലോഗും ഓരോ ഡയലോഗിനും ആർപ്പുവിളിയും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഞാൻ കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ ഇതൊരു ഫാൻ ഷോ കാണുന്നത്. അതെ അതെ, പെർഫോമൻസ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഒരുപാട് മുകളിലാണ്. ഒരുപാട് സട്ടിലായിട്ടാണ് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് അഭിമാനമായിട്ട് ഫഹദ് ഫാസിലിന്റെ മറ്റൊരു ട്രെയിലറിൽ തന്നെ വലിയൊരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. തിയേറ്ററിൽ അത് കാണുമ്പോൾ എങ്ങനെ തോന്നി? തിയേറ്ററിൽ ഫഹദിനും ഈ പറഞ്ഞ പോലെ അല്ലുവിന് എത്രത്തോളം കൈയടിയുണ്ടോ അതിനേക്കാൾ കൂടുതലാണ് ഇവിടെ കേരളത്തിൽ. അറിയാമല്ലോ, നമ്മളിപ്പോൾ ഈ തിയേറ്ററിൽ ഞാൻ കണ്ടപ്പോൾ അങ്ങനെയായിരുന്നു. ഫഹദിനെ കാണിക്കുമ്പോൾ മുതൽ ക്യാരക്ടർ അവസാനിക്കുന്നവരെ ഫഹദിൻ്റെ ഓരോ ഡയലോഗും ആൾക്കാർ കൈയടിക്കുകയും പേജ് ഇൻ്റർവൽ സീനൊക്കെ വളരെ മരണമാസമായിരുന്നു. ഇത്രയും വലിയ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലും അത് വലിയൊരു സന്തോഷം, വലിയ ഭാഗ്യമാണ്. സന്തോഷം മാത്രമല്ല, ഈ 18 വർഷമായിട്ട് അല്ലുവിനെ ഡബ് ചെയ്യാണ്. സോ ഇതാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. ഏതാണെന്ന് ചോദിച്ചാൽ പുഷ്പ 2-ലാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. ഏറ്റവും സട്ടിലായിട്ട് ബിഹേവ് ചെയ്തിരിക്കുന്നതും ഈ സിനിമയിലാണ്. എല്ലാ ലാംഗ്വേജും ഉള്ള ആളുകൾക്ക് അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് സുകുമാർ സാറിനെയാണ് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡബിങ് തിയേറ്ററിൽ കാണുമ്പോൾ വർക്ക് ആകുമെന്ന് സംശയം ഉണ്ടായിരുന്ന സീനുകളൊക്കെ ഉണ്ട്. അത് ആൾക്കാർ അത്തരം സീനുകൾ തുടങ്ങുമ്പോഴേ കൈയടിക്കുകയും കറക്റ്റ് ഒരു ഓഡിയൻസിൻ്റെ പൾസ് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഡയറക്ടർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറേ അധികം സീൻസ് ഈ സിനിമയിലുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് ബാക്കി നിങ്ങൾ പറയും. താങ്ക് യു. താങ്ക് യു. വളരെ നന്നായിട്ടുണ്ട് പടം. ഗംഭീരം. പക്ഷെ സിനിമ ഒരുമിച്ച് കാണുന്ന ഇപ്പോഴാണ് സിനിമ കാണുന്നത്. ഗംഭീരമായിരുന്നു. ആരായിരുന്നു സ്കോർ ചെയ്തത്? ഫഹദാണോ? അതിന് ഭയങ്കര ആർപ്പുവിളിയും ഒക്കെ ആയിരുന്നു. അല്ല, രണ്ടുപേരും അസലായിട്ടുള്ള ഡബീതപ്പനെ കണ്ടതാണ്. പക്ഷെ ഒരുമിച്ച് കാണുമ്പോൾ കുറെ കൂടെ ഭയങ്കര സന്തോഷമുണ്ട്. പാട്ടുകളും ഒക്കെ, പിന്നെ ഓരോ സീനിനും ആൾക്കാർ ഭയങ്കര ഫുൾ ഫാൻസാണ് വീട്ടിനകത്ത്. ഭയങ്കര ആർപ്പുവിളിയും ഒക്കെ. പ്രൊമോഷൻ ടൈമിൽ പറഞ്ഞത് രശ്മിക്ക് നാഷണൽ അവാർഡൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ചേട്ടനല്ല, രശ്മിയൊക്കെ നന്നായിട്ടുണ്ട്. എല്ലാം ഭയങ്കര സുകുമാർ സാറിൻ്റെ ഡയറക്ഷനാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. ഭയങ്കര അടിപൊളിയാണ്. പുഷ്പ 3 ഉണ്ടോ? പുഷ്പ 3 അവർ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. എനിക്കും അത്ര അറിയുള്ളൂ. ഇതിലൊന്നും കാണിച്ചില്ല. ഇല്ല, ഇതിൽ നിങ്ങൾ പടം കാണും. അപ്പോൾ ഞാൻ കൂടുതൽ സ്പോയിലേഴ്സ് പറയുന്നില്ല. ഓട്ടെ, നമ്മളെല്ലാം വർക്ക് ചെയ്ത പടമല്ലേ. ഹലോ, ഫുൾ വേഷത്തിലുണ്ടല്ലോ ഇവിടെ. എനിക്കർഹതപ്പെട്ട കാശ് അത് കാലണയോ അരയണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടിക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസി. പുഷ്പ అంటే ఫ్లవర్ అనుకుంటానా? ఫ్లవర్ కాదు, వైల్డ్ ఫైర్. పుష్ప నేషనల్ ആണെന്ന് കഴിഞ്ഞു, ഇന്റർനാഷണൽ. അസలు തగ్గത്തന്നെ പുഷ്പ ബ്രാൻഡ്. പുഷ്പ ഒരു പേരാണെന്ന് കരുതിയോ? ഒരു ബ്രാൻഡാണ്. അടിപൊളി.